all, welcome to my new video Travel with Neetu. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെനീസിൻ്റെ അടുത്തുള്ള മുരാനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ഐലൻഡിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ് കേട്ടോ ഇത്. വെനീസ് ഐലൻഡിൽ നിന്നും ശരിക്കും 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ഒരു കൊച്ചു ഐലൻഡ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെനീസ് കാണാൻ വരുമ്പോൾ വെനീസിൽ നിന്ന് ഒരുപാട് ബോട്ട് ടൂർസ് ഇങ്ങോട്ടേക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മുരാനോ, ബുറാനോ, ടോർസിലോ എന്ന് പറഞ്ഞിട്ടുള്ള 3 ഐലൻഡുകൾ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു 6 to 7 hours ജേണിയാണ് കേട്ടോ. അപ്പോൾ മറ്റ് 2 ഐലൻഡ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഏറ്റവും സീനിക് ആയിട്ടുള്ളൊരു പ്ലേസിലാണ് കേട്ടോ. നമ്മൾ വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സാണ്. നല്ല തിരക്ക് തന്നെയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും. ശരിക്കും ഒരു സീസണൊക്കെ സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. എല്ലാം ടൂറിസ്റ്റുകളാണ്. ഒരുപാട് ബോട്ടുകളും എല്ലാം ഒരു ഹാഫ് ആൻ അവറിൽ ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു പ്ലേസ് കാണാൻ വരുന്നത്. എനിക്ക് വെനീസ് ഐലൻഡിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ഇവിടുത്തെ ഈ ഒരു മുരാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡാണ് കേട്ടോ. കാരണം വെനീസ് കുറച്ചുകൂടിയും ഭയങ്കര ആൾത്തിരക്കും കൂട്ടവും ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല ഈ ഒരു ഐലൻഡ് ഭയങ്കര കളർഫുള്ളാണ്. നമുക്ക് കാണാനും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ഡെഫിനറ്റായിട്ടും നമ്മൾ വെനീസ് വിസിറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരു 1 day ടൂർ എടുത്ത് ഇവിടുത്തെ ഈ ഒരു ഐലൻഡുകൾ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓരോ ഐലൻഡിൽ ചെന്നാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിലൂടെ അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെ പോയിന്റിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അവിടെ നിന്നാൽ നമുക്ക് ബെസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഇതാണ് ആ ഒരു വ്യൂ പോയിന്റ് കേട്ടോ. അതിൻ്റെ അടുത്ത് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഫുഡ് കഴിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 വ്യൂ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐലൻഡ് തന്നെയാണല്ലേ. ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് ഇറങ്ങി ഈ ഒരു ഐലൻഡ് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കിതൊരു ഒറ്റ ഐലൻഡായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് കൊച്ചു കൊച്ചു ഐലൻഡ്സുകളൊക്കെ ചെറിയ ചെറിയ ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഐലൻഡാണ് കേട്ടോ ഇത്. ഏകദേശം 7 സ്മോൾ ഐലൻഡ്സ് ഉണ്ടെന്നാണ് പറയണത്. അത് നമുക്ക് ബ്രിഡ്ജ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൈഡിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബ്രിഡ്ജസ് കാണാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇത് കൊച്ചു ഐലൻഡ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് സ്കൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ചേർച്ചും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ വന്നുകൊണ്ട് തന്നെ നമുക്കിത് ഈ ഒരു ഏരിയ ഒക്കെ ആൾക്കൂട്ടം ഇല്ലാണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടോ. കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സീസൺ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. ഇപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റിലൊന്നും നമുക്ക് കയറി കഴിഞ്ഞാൽ ഇരിക്കാൻ പ്ലേസ് ഇല്ല. അപ്പോൾ എല്ലാ സമയത്തും ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണത്. പ്രത്യേകിച്ച് വെനീസ് ടൂർ എടുക്കുന്ന ആൾക്കാർ ഡെഫിനറ്റായിട്ടും വന്ന് കാണേണ്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, എനിക്ക് തോന്നുന്നു വെനീസിനേക്കാളും ഭംഗിയുള്ള ഒരു ഐലൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഐലൻഡാണ്. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ വെനീസ് ഭയങ്കര ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡാണെന്ന് അറിയാലോ. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു മുരാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡ് വന്നത് കേട്ടോ. ഇത് ഇവിടുത്തെ ഫസ്റ്റ് ഫിഷിംഗ് പോർട്ടുള്ള ഒരു ഐലൻഡാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സോൾട്ട് പ്രൊഡ്യൂസിങ്ങും അതുപോലെ തന്നെ ട്രേഡിംഗ് സെൻറ്ററുമായിട്ടുമാണ് ഈ ഒരു ഐലൻഡ് അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ 13th century ആ ഒരു സമയത്ത് തൊട്ടിട്ട് ഇവിടെ ഗ്ലാസ് മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടുള്ള ഒരു ഐലൻഡാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഐലൻഡൊക്കെ വെനീസ് ഉൾപ്പെടെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഐലൻഡ് എന്നാണ് കേട്ടോ പറയണത്. എല്ലാ വർഷവും ഇതിനേക്ക് കുറച്ചേച്ചായിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠനങ്ങളൊക്കെ പറയണത് അടുത്ത ഒരു 20-30 വർഷത്തിനുള്ളിൽ വെനീസ് മുങ്ങുന്നൊക്കെയാണ് കേട്ടോ. പക്ഷെ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് പിന്നെ എന്തായിരുന്നാലും ഉണ്ടാവുമല്ലോ. കാരണം ഒരുപാട് ആൾക്കാരാണ് എല്ലാ വർഷവും ഇവിടേക്ക് വരുന്നത്. ഇവിടുത്തെ ബോട്ട് ടൂർ തന്നെ വലിയൊരു ഇൻകമാണ് ഇവർക്ക്. അപ്പോൾ ടൂറിസമാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇവർക്ക് കിട്ടുന്ന ഇൻകം. അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്ലാസ് മേക്കിങ്ങും ഫിഷിങ്ങും ഇതൊക്കെ ഇവർക്ക് വലിയ ഇൻകമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് ബോട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ബോട്ട് ടൂറിൻ്റെ സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഐലൻഡ് അങ്ങനെ മുങ്ങിപ്പോകാനൊന്നും ഇവർ സമ്മതിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ടെക്നോളജി വൈസൊക്കെ ഇവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവാണ് ഈ ഒരു ഏരിയയിൽ. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ ഒരു ഐലൻഡിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടാണ്.
അപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഓപ്ഷൻസൊക്കെ നോക്കിയതിന് ശേഷം ഫൈനലി ഞങ്ങൾ കയറിയത് ഈ ഒരു കനാൽ സൈഡിലുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് എനിക്ക് കഴിക്കേണ്ടിയിരുന്നതും പാസ്ത, അതുപോലെ തന്നെ സീ ഫുഡ് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു. ഞങ്ങളൊരു നോൺ ആൽക്കഹോളിക് ഡ്രിങ്കും ഒരു ഗ്ലാസ് ഓഫ് വൈനും ആണ് ഓർഡർ ചെയ്തത്. പിന്നെ നമുക്ക് കിട്ടിയത് ഇതുപോലത്തെ ന്യൂഡിൽസ്, ഒരു സീ ഫുഡിൻ്റെ ന്യൂഡിൽസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു ഫ്രൈഡ് ഫിഷിൻ്റെ പ്ലേറ്ററും കൂടിയാണ് നമ്മളിവിടെ ഓർഡർ ചെയ്തിരുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇതാണ് നമുക്ക് ഈ ഐലൻഡിൽ കാണാൻ പറ്റുന്ന ഒരു ചേർച്ച് കേട്ടോ. ശരിക്കും പുറത്തുനിന്ന് നോക്കിയാൽ നമുക്കിവിടെ ഒരു ചേർച്ച് ഉണ്ടെന്ന് മനസ്സിലാവത്തില്ല. ഒരു സൈഡിൽ ചെറിയൊരു ഡോർ വെച്ചിട്ട് അകത്തേക്ക് കയറുന്ന രീതിയിലാണ് കേട്ടോ. ഇത് ശരിക്കും പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ഒരു പള്ളിയാണ്. അത് നമുക്കിവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. സൈഡിൽ നമുക്ക് ക്യാൻഡിൽസിൻ്റെ ഒക്കെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചേർച്ചിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള കോയിൻസ്, ഇതിപ്പോൾ 50 സെൻറ്റ് ആവട്ടെ അല്ലെങ്കിൽ €1 അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ കോയിൻസ് ഇട്ടതിന് ശേഷം നമുക്ക് അവിടുന്ന് ക്യാൻഡിൽ എടുത്ത് കത്തിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നേർച്ചയിടാം. നമ്മൾ ആ ക്യാൻഡിലിൻ്റെ റേറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ സൈഡിൽ പോയിട്ടൊരു ക്യാൻഡിലൊക്കെ കത്തിച്ചിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വേറെ കൺട്രീസിലുള്ള ചേർച്ചിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ യൂറോപ്പിൽ തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ചേർച്ചസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ബ്ലെസ്സിങ്ങും ആണ്. നമുക്ക് പിന്നെ പള്ളികൾ, പ്രാർത്ഥനാലയങ്ങളിൽ നിന്നൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലല്ലേ, പ്രത്യേകിച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ ഓരോ പള്ളികളിലും പ്രാർത്ഥന സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഞാൻ ഓരോരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കും കേട്ടോ, നമ്മുടെ വെൽബീയിങ്ങിനും നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു പള്ളിയുടെ അൽത്താരയുടെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കണ്ടാൽ തന്നെ അറിയാം പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ഒരു പ്ലേസാണ്. പിന്നെ പുറത്ത് എന്തൊക്കെയോ ടൈമിങ്സ് ഇറ്റാലിയനിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മനസ്സിലായില്ല അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചെയർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും ഭയങ്കര ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ചേർച്ചാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ബോട്ട്. 6 to 7 hours ഒരു ജേർണി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തൊട്ടിട്ട് കൂടുതൽ സമയം താഴെയാണ് ഇരുന്നിരുന്നത്, കാരണം നല്ല കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലേക്ക് നമ്മൾ അധികം കയറിയിരുന്നില്ല. പക്ഷേ ഇടയ്ക്ക് ഇച്ചിരി സൺലൈറ്റൊക്കെ വരുമ്പോൾ നമുക്ക് മുകളിൽ കയറി മേളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കാറ്റൊക്കെ കൊണ്ട് നല്ല സമ്മറിലൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. കുറേ ആൾക്കാർ രാവിലെ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിനുശേഷം ക്ലൈമറ്റ് കുറച്ച് മാറി, കുറച്ച് ക്ലൗഡിയായി, കുറച്ച് കാറ്റ്, ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് കാണുന്നുണ്ട്. അതല്ലാണ്ട് കൂടുതൽ ആൾക്കാരും താഴെ തന്നെയാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് മുകളിൽ വന്നിട്ട് ഈ ഏരിയയൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന്. പ്രത്യേകിച്ച് ആ ഒരു ബുറാനോ ഐലൻഡിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പം ഇങ്ങനെ ഒരു ലോങ് വ്യൂ കാണാൻ നല്ല രസമാണ് കേട്ടോ. ആ കളേർഡ് ആയിട്ടുള്ള ബിൽഡിങ്സൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റായിട്ടും വെനീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഇവിടുത്തെ ഈ ഒരു ബോട്ട് ടൂർ എന്ന് പറയുന്നത്. വിയാറ്ററിലോ ഗെറ്റ് യുവർ ഗൈഡ് അല്ലെങ്കിൽ ട്രിപ്പ് അഡ്വൈസറിലൊക്കെ നോക്കിയാൽ നല്ല നല്ല പാക്കേജസ് കിട്ടും കേട്ടോ. ഇതപ്പോൾ ഞാൻ കാറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എന്ത് കാറ്റാണെന്നുള്ളത് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ലേ. നമ്മൾ പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റാണ് കേട്ടോ. കുറച്ച് സമയം പോലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. രാവിലേക്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് സൺലൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈവനിങ് ടൈമിലൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കരുതി മേളിലേക്ക് കയറിയതാണ്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ താഴേക്ക് പോയിട്ടോ. കാരണം ഒട്ടും ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു വെതറായിരുന്നു. സമ്മറൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. ഇപ്പോൾ സമ്മർ ട്രിപ്പൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്യുക ഈ ഒരു ഏരിയയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രാവൽ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വേറെ 2 ഐലൻഡ്സിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രാവൽ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.